അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഖുർആൻ സദ്വചനത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ ദൈവവുമായി അടുക്കാനുള്ള സൽക്കർമ്മങ്ങളുടെ ധൃതിയിലുള്ള പ്രവർത്തനങ്ങളിലാണ് വിശ്വാസികളുള്ളത്. ഇഫ്താർ വിരുന്നൊരുക്കിയും ഖുർആൻ പാരായണം ചെയ്തും ദാനധർമ്മങ്ങൾ ചെയ്തും പുലരുവോളം നിസ്കരിച്ചും പ്രാർത്ഥിച്ചും ഈ വിശുദ്ധ ദിനരാത്രങ്ങളെ ധന്യമാക്കുകയാണ്. പടച്ചവൻ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ദൈവം പുറത്ത് മാപ്പ് നൽകട്ടെ. പടച്ചവൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിലുടനീളം നമുക്ക് ലഭിക്കുമാറാവട്ടെ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ ഒരു കൊച്ചു അധ്യായമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. 3 വചനങ്ങളെ അതിലുള്ളൂ. എന്നാൽ ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത ഖുർആനിലെ മുഴുവൻ ആശയങ്ങളുടെയും ഒരു രത്നച്ചുരുക്കം എന്ന് വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാതാക്കൾ ഈ സൂറത്തിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ അസ്ർ. നമുക്കതിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. സദഖല്ലാഹുൽ അലിയുൽ അലീം. വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. കാലത്തെ സത്യം ചെയ്തുകൊണ്ടാണ് ഈ അധ്യായം സമൂഹത്തിന് ചില പാഠങ്ങൾ നൽകുന്നത്. അത് അന്നത്തെ ഒരു കാലത്തെക്കുറിച്ചാവാം, മനുഷ്യരുള്ള കാലത്തോളം, ലോകമുള്ള കാലത്തോളമുള്ള എക്കാലത്തെയും ജനവിഭാഗത്തെക്കുറിച്ചിട്ടുമാവാം എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. കാലത്ത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്നു, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യരെല്ലാം പരാജയത്തിലാണ്. എല്ലാവരും സമ്പൂർണമായ പരാജയത്തിലാണ്. അപ്പോൾ ജീവിതത്തെ അർത്ഥത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരർത്ഥത്തിൽ നമ്മളൊക്കെ പരാജയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നത്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രൊഫൈലുകൾ ഉണ്ടാക്കിയിട്ടാണ് ജീവിതത്തിൽ നിന്ന് തിരിച്ചു പോകുന്നത്. നല്ല ജോലി, നല്ല ഉയർന്ന ബിരുദങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങളൊക്കെ ആർജിച്ചുകൊണ്ട് ഒരുപാട് ബൗദ്ധികമായ അല്ലെങ്കിൽ സാംസ്കാരികമായ അനുഭവങ്ങൾ ആർജിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിലേക്ക് പോകുന്നത്. പക്ഷേ നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ നമുക്ക് ഒന്നും നമ്മുടെ കൂടെ കൊണ്ടുപോകാനാവാതെ ഇവിടെ ഇട്ടേച്ച് പോകേണ്ടി വരുന്നുണ്ട്. നമുക്ക് ബിരുദങ്ങളും സർട്ടിഫിക്കറ്റുകളും അംഗീകാരങ്ങളൊക്കെ ഷോക്കേസിൽ അവിടെ വെച്ചുകൊണ്ട് അത് അനാഥമായിക്കൊണ്ട് നമ്മൾ ഒറ്റക്കാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ എല്ലാവരും നമ്മൾ ഈ ഇന്നത്തെ കാലത്ത് നിറഞ്ഞ് തിളങ്ങി നിൽക്കുന്ന ആളുകൾ, ലൈം ലൈറ്റിലിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ കുറച്ച് കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുത്തനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ എന്നൊക്കെ പൂന്താനം പാടിയ ഭക്തകവിത നമുക്കറിയാം. ജ്ഞാനപ്പാന എന്നത് പറഞ്ഞതുപോലെ ഖുർആൻ പറയുന്നത് എല്ലാവരും നാശത്തിലാണ്, എല്ലാവരും പരാജയത്തിൽ തന്നെയാണ്, പരാജയപ്പെട്ടിട്ടാണ് ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്. അപ്പോൾ അത്രയും നിറഞ്ഞു നിന്ന ആൾ പിന്നെ അവരെക്കുറിച്ചൊരു അഡ്രസ്സും ഇല്ല, ഒരു വിവരവും ഇല്ല, അവർ സൈഡായി പോയിരിക്കുകയാണ്. അപ്പോൾ ഏത് സമയത്താണ് നമ്മൾ ആരോഗ്യകരമായിട്ട്, ചിലപ്പോൾ നമ്മൾ വളരെ ഊർജ്ജസ്വലനായിട്ട് നിൽക്കുന്ന ഒരാൾ 2 ദിവസം കഴിയുമ്പം കേൾക്കുന്നത് സ്ട്രോക്ക് വന്നു എന്നാണ്. മുമ്പൊക്കെ വളരെ ഈ തളർന്നു പോകുന്ന പക്ഷാഘാതമൊക്കെ പിടിപെടുന്ന ആളുകൾ പ്രായമുള്ളവരാണ്. ഇന്ന് ഏറ്റവും വളരെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൊക്കെ പെട്ടെന്ന് സ്ട്രോക്കായിട്ട് വീണു പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ്.
അത് ആരോഗ്യ പ്രശ്നമാണെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ നല്ല നിലയിൽ പോയിരുന്ന ഒരാൾ പെട്ടെന്ന് ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ തകർച്ച സംഭവിച്ചു. അയാളെക്കുറിച്ചിട്ട് പിന്നെ വിവരമില്ല, അയാൾ ഒതുങ്ങുകയാണ്. മാനസികമായ പ്രശ്നങ്ങൾ, സമ്പത്തുമുണ്ട് ആരോഗ്യമുണ്ട്, പക്ഷേ അവർക്ക് നല്ലൊരു കുടുംബമില്ല, സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതമില്ല, മക്കളില്ല എന്നൊക്കെ വരുമ്പോൾ അയാളും പരാജയപ്പെട്ടിട്ട് തന്നെയാണ് പോകുന്നത്. പറഞ്ഞു വരുന്നത്, ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാ വിജയത്തിൻ്റെ സോപാനങ്ങളിൽ കയറുമ്പോഴും ഒടുവിൽ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ട് തിരിച്ചു പോകുന്ന ഒരവസ്ഥയെക്കുറിച്ചിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ 4 വിഭാഗങ്ങൾ ഒഴികെ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴിച്ച്, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ. അപ്പോൾ സൽക്കർമ്മവും സത്യവിശ്വാസവും, അപ്പോൾ വിശ്വാസവും കർമ്മവും രണ്ടും പരസ്പര ബന്ധിതമാണ്. ഒരാൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അയാൾക്കൊരു വിശ്വാസമില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. ദൈവം ഉണ്ടോ? ഇല്ലേ? അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ നേർ വിപരീതം കാപട്യമെന്നാണ്, അല്ലെങ്കിൽ സംശയമെന്നാണ്. ഒരു ഉറപ്പുണ്ടാവില്ല അവർക്ക്. അപ്പോൾ ദൃഢവിശ്വാസം, ആത്മവിശ്വാസം, ദൈവമുണ്ട് എന്നുള്ള ഉറച്ച കരുത്തുള്ള വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അവരുടെ കർമ്മങ്ങൾ സാധ്യമായി വരുന്നത്, അത് സഫലമായി വരുന്നത്, അത് ശരിയായി വരുന്നത്. അപ്പോൾ ഇത് രണ്ടിനെയും കണക്ട് ചെയ്തിട്ടാണ് അള്ളാഹു പറയുന്നത് വിശ്വസിച്ചവർ. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസത്തിന് ഈമാന് നിർഭയത്വം എന്നുകൂടി അർത്ഥമുണ്ട്. നമ്മളൊരാളെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അയാളെ നമ്മൾ പേടിക്കുന്നില്ല, അയാൾ നമ്മൾ അഭയമായിട്ട് കാണുകയാണ്, അല്ലേ? നമ്മളൊരു വീട്ടിൽ ഒരാൾ വിശ്വസിച്ചിട്ട്, ഒരു സ്ത്രീ ഏറ്റവും അടുത്ത ഒരു കുടുംബക്കാരനെ പോലെ ഒരാൾ വിശ്വസിച്ച് നിൽക്കുമെന്ന് പറയുമ്പോൾ അയാളിലുള്ള വിശ്വാസമാണത്. നമ്മളൊരാൾ പൈസ കൊടുക്കുന്നു, അത് തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ എല്ലാ തലങ്ങളും പരിശോധിക്കുമ്പോൾ അതിൽ സംശയത്തിൻ്റെയോ കാപട്യത്തിൻ്റെയോ നിഴലുണ്ടാകാൻ പാടില്ല. പ്രവാചകൻ്റെ അനുയായികൾ തന്നെ പലപ്പോഴും കപടവിശ്വാസികൾ ധാരാളം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്നും വിശ്വാസത്തിൻ്റെ, അതൊരു മതവിശ്വാസത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ഒരു ഓഫീസിൽ, ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കച്ചവടത്തിൽ, നമ്മളെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിലും നമ്മൾ ഒരു വിശ്വാസവും ഇല്ലാതെ കാപട്യം പുലർത്തുന്നവരുണ്ട്. പുറമേ നമുക്കത് വിശ്വാസികളാണെന്ന് തോന്നിയേക്കാം, പുറമേ പുഞ്ചിരിക്കുമ്പോഴും അകത്ത് കുടിപ്പകയായിരിക്കും അവർക്ക് അസൂയായിരിക്കും. അസൂയ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഒരാളെ വളരെ വിശ്വസിച്ച് സ്നേഹം പ്രകടിപ്പിച്ച് അഭിനന്ദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിശ്വാസത്തിൻ്റെ മറുപുറമാണത്. അതൊരു പൈശാചികതയാണ്, അതൊരു കാപട്യമാണ്. അവരെയാണ് മുനാഫിഖ് എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. അവൻ മുഅ്മിനല്ല. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി എന്നാണ്. അപ്പോൾ മുസ്ലിം എന്ന് പറയുമ്പോഴും അവനെ സത്യവിശ്വാസി എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഗ്രേഡിന് പറയുന്നതാണ് സത്യക്രിസ്ത്യാനി എന്ന് പറയുന്നത് പോലെ, സനാതന വിശ്വാസി എന്ന് ഹിന്ദുവിനെ പറയുന്നത് പോലെ മുഅ്മിൻ എന്നാണ് പറയുക, സത്യവിശ്വാസി. അപ്പോൾ അങ്ങനെയുള്ള സത്യവിശ്വാസികൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ പരാജയപ്പെടാതിരിക്കൂ. അപ്പോൾ വെറും വിശ്വസിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഓക്കെ, ഖുർആൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുന്നു, പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്, അവനെ അംഗീകരിക്കണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവന് വേണ്ടി ഹജ്ജ് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, ആരാധനകളൊന്നും നിർവഹിക്കുന്നില്ല. ആരാധനയുടെ പരിധിയിൽ ഞാൻ നേരത്തെ ചർച്ച ചെയ്തതുപോലെ കേവലം പ്രാർത്ഥന മാത്രമല്ല, മാതാവിനെ പരിചരിക്കുക ഒരു പുണ്യകർമ്മമാണ്, അയൽവാസിക്ക് നന്മ ചെയ്യുക എന്ന് പറഞ്ഞ പുണ്യമാണ്, കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളത് പുണ്യമാണ്, വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കുന്ന പൊതുപ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങളും ഒക്കെ പുണ്യമാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ ജീവിതത്തെ സഫലമാക്കുന്നവർ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. മൂന്നാമത്തെ പറയുന്നത് വതവാസൗ ബിൽ ഹഖ്, പരസ്പരം സത്യം കൊണ്ട് ഉപദേശിക്കണം. അപ്പോൾ ഉപദേശം എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയല്ല, പരസ്പരം എന്നാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതൊരു വൺ വേ ട്രാഫിക്കാണ്. അങ്ങോട്ടൊക്കെ ഉപദേശിക്കും, ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ ഈഗോ വർക്ക് ചെയ്യും. എന്നെ ഉപദേശിക്കാൻ അവനാര്, ഞാൻ അവനൊരു പാഠം പഠിപ്പിക്കും, എന്നെ അവനിക്ക് മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറയുന്ന വാക്കുകളിൽ തന്നെ ഒരു ഈഗോയുടെ ലക്ഷണമുണ്ട്. അത്തരം ഈഗോയിസത്തെ ഖുർആൻ നിരാകരിക്കുന്നുണ്ട്. പരസ്പരം ഉപദേശിക്കുക, അത് വലിപ്പച്ചെറുപ്പമില്ല. ഇപ്പം ഞാനൊരു പണ്ഡിതനെ ചിലപ്പോൾ
എത്ര പാണ്ഡിത്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ അതിലൊരു തെറ്റ് പറ്റാം. പക്ഷെ ആളുകളുടെ ഇടയിൽ ഉപദേശിച്ചിട്ട് അവനെ അപമാനിക്കരുത് എന്നും പറയുന്നുണ്ട്. സ്വകാര്യമായി വിളിച്ച് പറഞ്ഞ്, സഹോദര നിങ്ങൾ ഇങ്ങനെയല്ലേ പറഞ്ഞത്, അതിങ്ങനെയാണല്ലോ, ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ അഹങ്കാരം കുന്നുകൂടുകയാണ്. എന്നെ പഠിപ്പിക്കാൻ ഇവനാരാ, ഇവനിക്ക് എന്ത് പാരമ്പര്യമുള്ളത്, ഞാൻ 10-12 വർഷം മതം പഠിച്ചവനാണ് എന്ന് ചിന്തിക്കുന്നവർ. അത് മത പഠനത്തിൽ മാത്രമല്ല, അത് ഏത് പഠനമാണെങ്കിലും, അത് ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും കർഷകനാണെങ്കിലും ഗവേഷകനാണെങ്കിലും ശാസ്ത്രജ്ഞനാണെങ്കിലും എല്ലാം, ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന അഭിനേതാവട്ടെ സംവിധായകനാവട്ടെ, എല്ലാവരും അവരുടെ ഒരു കാര്യത്തെപ്പറ്റി ഉപദേശിക്കുമ്പോൾ അത് സഹിഷ്ണുതയോടെ കാണാത്തവരാണ്. അപ്പോൾ പരസ്പരം ഉപദേശിക്കാനാണ് പറയുന്നത്. അത് ചെറിയ കുട്ടികളോട് ഉപദേശിക്കുന്ന പോലെ ചെറിയ കുട്ടികളുടെ ഉപദേശവും സ്വീകരിക്കാം, അവരോട് അഭിപ്രായം ചോദിക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു സംഭവം ഖുർആനിൽ പറയുന്നുണ്ട്. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, മോനെ നിന്നെ അറക്കാൻ, ബലി നൽകാൻ ദൈവം എന്നോട് സ്വപ്നത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്, ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഫൻളുർ മാതാ തറ, മോൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഇതൊരു വലിയ സംസ്കാരമാണ്. പരസ്പരം മാർഗനിർദ്ദേശങ്ങൾ തേടുക, പരസ്പരം ഉപദേശിക്കുക, അതും സത്യം കൊണ്ട്. സത്യമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ധാർമ്മികത. ഏറ്റവും വലിയ ധർമ്മം എന്താണ്? നന്മ എന്താണ്? സത്യമാണ്. അപ്പോൾ ധിക്കാരിയായ ഒരു ഭരണാധിപനോട് സത്യം തുറന്നു പറയുക എന്നതാണ് ഏറ്റവും വലിയ നന്മ, ഏറ്റവും വലിയ ജിഹാദ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ജിഹാദിന് നാനാർത്ഥങ്ങളുണ്ട്. നമ്മളൊക്കെ കരുതുന്ന പോലെ ഒരു യുദ്ധമാണ് ജിഹാദ് എന്നല്ല. ഏറ്റവും വലിയ ജിഹാദ് സ്വന്തത്തോട് തന്നെയുള്ള ജിഹാദാണ്. അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ജിഹാദുൽ അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ദേഹേച്ഛയ്ക്കെതിരെ, അതുപോലെ തന്നെ മനുഷ്യൻ്റെ കാമക്രോധ മോഹങ്ങൾക്കെതിരെ പോരാടുന്നു. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മൾ തന്നെ ആയിരിക്കും. ഞാനെന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ആത്മാവിനോട് ചോദിച്ചിട്ട് തിരുത്തി ആ ആത്മാവിന് സ്വന്തത്തോട് പോരാടുന്നതാണ് ഏറ്റവും വലിയ ജിഹാദ്. അപ്പോൾ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളൊരു ജിഹാദാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത്. ചിലപ്പോൾ അസത്യം പറഞ്ഞാൽ കുലിൽ ഹക്ക വലൗക്കാന മുറ, നീ സത്യം പറയുക, അത് എത്ര കയ്പ് നിറഞ്ഞതാണെങ്കിലും. അപ്രിയ സത്യങ്ങളാണത്. സത്യം പറഞ്ഞാൽ അത് ജനങ്ങൾ സ്വീകരിക്കണമെന്നില്ല, സത്യം പറയുന്നവരെ ഉൾക്കൊള്ളണമെന്നില്ല, ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ പോലും സത്യത്തിന് വേണ്ടി നിലകൊള്ളണം. അതുമാത്രമല്ല പരസ്പരം ഉപദേശിക്കുകയും വേണം. അപ്പോൾ ഉപദേശം പറഞ്ഞ പോലെ ഞാനൊരു മുന്തിയ ആൾ, നീ താണയ ആൾ, ഞാൻ എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കും, നീ കേട്ടുകൊള്ളണം എന്ന യജമാന മനോഭാവത്തിലല്ല, സ്നേഹപൂർവ്വമുള്ള ഗുണകാംക്ഷയാണ് സത്യത്തിൽ സത്യം കൊണ്ടുള്ള പരസ്പര ഉപദേശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹക്കിന് വേറെ ഒരു അർത്ഥമുണ്ട്. സത്യം ഓക്കെ, അത് ഒരു അർത്ഥമാണ്. വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും നിങ്ങൾ സത്യം മാത്രമേ പറയാവൂ, എന്നാലേ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാവുകയുള്ളൂ എന്നും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഹക്കിനുള്ള അർത്ഥം മറ്റൊന്ന് കടമയാണ്. അപ്പോൾ സത്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണത്. ഓരോരുത്തരോടും നമുക്ക് ഓരോ രീതിയിലുള്ള കടമയുണ്ട്. അത് മാതാവിനോടുണ്ട്, പിതാവിനോടുണ്ട്, അയൽവാസിയോടുണ്ട്, സുഹൃത്തിനോടുണ്ട്, രാജ്യത്തോടുണ്ട്, നമ്മുടെ സ്ഥാപനത്തിനോടുണ്ട്. ഇങ്ങനെ എല്ലാ ജീവിതത്തിൻ്റെ നാനാ തുറകളിലുമുള്ള നമ്മുടെ കടപ്പാടുകൾ, നമ്മുടെ ബാധ്യതകൾ, അത് നിർവഹിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വചനത്തിൻ്റെ താല്പര്യം. അവസാനമായി പറയുന്നത് വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക എന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഖുർആനിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആയത്താണ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. പടച്ചവൻ ആര കൂടെയാണ്? ഒരുപാട് പ്രാർത്ഥിക്കുന്ന, ചിലപ്പോൾ രാത്രികാലങ്ങളിൽ മുഴുവൻ പ്രാർത്ഥിക്കുന്നവർ, അല്ലെങ്കിൽ ഇടയ്ക്കിടെ ഉംറക്ക് പോകുന്നവർ, ഹജ്ജ് ചെയ്യുന്നവർ, ഖുർആൻ പാരായണം ചെയ്യുന്നവർ, അവർക്കൊക്കെ കിട്ടാത്തൊരു വലിയൊരു പ്രിവിലേജാണ് ക്ഷമിക്കുന്നവർക്ക് കിട്ടുന്നത്. ദൈവം ആര കൂടെയാണ്? മഅസ്സാബിരീൻ.
പടച്ചവൻ നമ്മെ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ, സൽക്കർമ്മികളുടെ കൂട്ടത്തിൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ, പരസ്പരം ഉപദേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.